ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രതാപൻ പറഞ്ഞതുപോലെ വള റൂമിലൊന്നും ഇല്ല എന്ന് ശേഖരൻ വന്ന് ഗായത്രിയമ്മയോടും ഗോപിനാഥനോടും പറയാണ്. എന്നിട്ട് പറയും, നമുക്കിത് പോലീസിൽ അറിയിക്കാം സാറേ. അപ്പോൾ പ്രതാപൻ ചോദിക്കും, അത് വേണോ സാർ? ഗായത്രിയമ്മയുടെ ബർത്ത്ഡേ അല്ല വരാൻ പോകുന്നത്. അതിനു മുമ്പ് വീട്ടിൽ പോലീസൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ സാർ? അപ്പോൾ ഗോപിനാഥ് പറയും, തൽക്കാലം നമുക്കിത് മറക്കാം. ആദ്യം ഗായത്രിയുടെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. അപ്പോൾ ഗായത്രി ആ വള പ്രഭാവതിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഈ വള എൻ്റെ സമ്മാനമായിട്ട് പ്രഭാവതിക്ക് ഇരിക്കട്ടെ. ആ സംഭവം പ്രഭാതി ഓർക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഗാർഗി വരുന്നത്. എന്നിട്ട് ചോദിക്കും, എന്താ ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്, എന്താ കാര്യം? അപ്പോൾ പാർവതി ഗാർഗിയോട് പറയും, അമ്മയ്ക്ക് ഒരു വള കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗാർഗി പറയും, കൊറിയർ വന്നതാണെങ്കിലേ അത് സ്വർണ്ണമൊന്നും ആയിരിക്കില്ല, മിക്കവാറും മുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ജാസ്മിൻ പോയിട്ട് ആ വള പിടിച്ചു നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, എന്തൊരു ഭംഗിയായത് കാണാൻ, ഇതേ സ്വർണം തന്നെയാണ്. എന്നിട്ട് പ്രതാപനോട് ഇത് ആരാണ് അയച്ചതെന്ന് നോക്കാൻ പറയാണ് കേട്ടോ. ഫ്രം അഡ്രസ്സ് നോക്കുക എന്ന് പറയാണ്. അപ്പോൾ പ്രതാപൻ ആ ബോക്സ് എടുത്ത് നോക്കിയിട്ട് പറയും, ഫ്രം അഡ്രസ്സ് ഒന്നും ഇല്ല ഇതിൽ. അയാളാണെങ്കിൽ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് ആരോട് ചോദിക്കാനാണ്? അപ്പോൾ സുശീല പറയും, ചിലപ്പോളെ വിപിൻ അയച്ചതായിരിക്കും. അപ്പോൾ ഗാർഗി ചോദിക്കും, അവൻ എന്തിനാ കൊറിയർ അയക്കുന്നത്? നേരിട്ട് കൊടുത്താൽ പോരെ? ഇതേ അതൊന്നുമല്ല, ഫ്രം അഡ്രസ് ഇല്ലാത്ത കൊറിയറിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അപ്പോൾ പാർവതി പറയും, ലക്ഷണം കണ്ടിട്ട് വിശാൽ സാർ അയച്ചതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ വിശാൽ പറയും, അതെ, ഞാൻ തന്നെയാണ് ഇത് അയച്ചത്. ഗാർഗി പറഞ്ഞതുപോലെ ഒരു ദുരുദ്ദേശം ഇതിലില്ല കേട്ടോ. ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആരോടും ഇത് പറയാതിരുന്നത്. അപ്പോൾ പാർവതി പറയും, പ്രഭാവതി അമ്മയുടെ എല്ലാ പിറന്നാളിനും വിശാൽ സാറ് സമ്മാനം കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ പ്രതാപൻ പറയും, എനിക്കിതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറ വിശാലെ, നീ തന്നെയാണ് ഇത് അയച്ചത്. അപ്പോൾ പ്രഭാവതി പറയും, വിശാൽ പറഞ്ഞില്ലേ അവനാണ് ഇത് അയച്ചതെന്ന്, പിന്നെന്താ നിനക്കിത്ര സംശയം? അപ്പോൾ പ്രതാപൻ പറയും, അതല്ല ചേച്ചി, എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം. അപ്പോൾ പ്രഭാവതി പറയും, നീ ഇനി അധികമൊന്നും പറയണ്ട, വിശാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ആയിട്ട് പുതിയ കഥയൊന്നും മെനയണ്ട, അതിപ്പോൾ കേൾക്കാനുള്ള മൂഡിലൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ വളയെടുത്ത് ഒന്നുകൂടെ നോക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശേഖരൻ എന്തോ ആലോചിച്ച് നടക്കുന്നതാണ്. എന്നിട്ട് പറയും, ഞാനത് എവിടെയാണ് വെച്ചത്? എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വരുന്നില്ലല്ലോ. ഈ വീടെല്ലാം ഞാൻ തിരഞ്ഞു, എവിടെയും കാണാനില്ല. ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അതേസമയം പാർവതിയും എന്തോ റൂമിലൊക്കെ തിരയാണ് കേട്ടോ. വെച്ച സ്ഥലം ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞ് പാർവതി അവിടെയെല്ലാം വലിച്ചു വാരിയിടുകയാണ്. അത് കണ്ടുകൊണ്ട് വരുന്ന ഗാർഗി ചോദിക്കും, എന്തിനാ പാർവതി ഇതൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്? അപ്പോൾ പാർവതി പറയും, എൻ്റെ ജിമിക്ക് കാണുന്നില്ല ഗാർഗി, ഞാനത് എല്ലായിടത്തും നോക്കി. അപ്പോൾ ഗാർഗി ചോദിക്കും, നീ എന്താ ഈ പറയുന്നത്? നിന്റെ ജിമിക്ക് ഇവിടെ ആരെടുക്കാനാണ്? അപ്പോൾ പാർവതി പറയും, എനിക്കത് അറിയില്ല, ഞാൻ അത് എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഗാർഗി പറയും, നീ അങ്ങനെ ജിമിക്ക് ഇടാറില്ലല്ലോ, അൽമാരിയിൽ തന്നെ വയ്ക്കുകയാണ് പതിവ്. എനിക്ക് തോന്നുന്നതേ അത് ആരെങ്കിലും എടുത്തു കാണുമെന്നാണ്. എന്തായാലും പുറത്തു നിന്ന് ആരും അത് വന്നെടുക്കില്ല. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് പാർവതി. അപ്പോൾ പാർവതി ചോദിക്കും, ഈ വീട്ടിൽ നിന്ന് അത് ആരെടുക്കാനാ ഗാർഗി? അപ്പോൾ ഗാർഗി പറയും, ചിലപ്പോഴേ അതെടുത്തത് ആ ജാസ്മിൻ ആയിരിക്കും. ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം നീ ആ കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നോ? അപ്പോൾ പാർവതി പറയും, ഇല്ല, ആദ്യത്തെ വീട്ടിൽ വെച്ച് ഞാനത് 1-2 പ്രാവശ്യം എടുത്ത് നോക്കിയതാണ്. അതുപോലെ ഒന്നുകൂടി പണിയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ഇത് കേൾക്കുമ്പോൾ ഗാർഗി ചോദിക്കും, എന്തിനാ ഒരുപോലെയുള്ള 2 ജോഡി ജിമിക്കി? അപ്പോൾ പാർവതി പറയും, അതിന് ഒരു ജോഡി ഇല്ലായിരുന്നു, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് കളഞ്ഞുപോയി. അപ്പോൾ ഗാർഗി പറയും, ഒരെണ്ണം മാത്രമുള്ള കമ്മൽ, അത് വിൽക്കാൻ വേണ്ടി മാത്രം അവൾ അടിച്ചു മാറ്റിയതായിരിക്കും. അന്ന് ആ മേക്കപ്പ് മെറ്റീരിയൽ തപ്പാൻ വേണ്ടിയിട്ടേ അവൾ ഈ റൂമിൽ കയറിയത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പോൾ പാർവതി പറയും, ഉണ്ട്, പക്ഷേ തെളിവില്ലാതെ ഒരാളെ നമ്മൾ എങ്ങനെ സംശയിക്കും ഗാർഗി? ജാസ്മിൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അപ്പോൾ ഗാർഗി പറയും, അതൊന്നും പറയാൻ പറ്റില്ല, ഇത് ചെയ്തതേ അവൾ തന്നെയായിരിക്കും. ഇത്രയും വൃത്തികെട്ട വേല വേറെ ആര് ചെയ്യാനാണ്? അവളെ ചെയ്യൂ. അപ്പോൾ പാർവതി പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. ഒരു തെളിവുമില്ലാതെ ഇത് എടുത്തത് അവളാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഗാർഗി പറയും, എങ്കിലേ നീ ഇങ്ങോട്ട് വാ, നമുക്ക് വിശാൽ ബ്രോയോട് പോയിട്ട് ഇത് പറയാം. അപ്പോൾ പാർവതി പറയും, അത് വേണ്ട, കാരണം വിശാൽ സാറ് ഇപ്പോഴല്ലേ പ്രഭാവതി അമ്മയ്ക്ക് സ്വർണ്ണവള വാങ്ങിക്കൊടുത്തത്. ഈ സമയത്ത് ഞാൻ എൻ്റെ ജിമിക്ക് കാണാനില്ല എന്ന് പറഞ്ഞാലേ സാർ എന്നെ തെറ്റിദ്ധരിക്കും. പിന്നെ എപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞോളാം, അതുവരെ നീ ഇതാരോടും പറയരുത്. അപ്പോൾ ഗാർഗി പറയും, ഞാനിത് ആരോടും പറയുന്നില്ല, പക്ഷേ നീ ഇത് വിശാൽ ബ്രോയോട് പറഞ്ഞില്ലെങ്കിലേ ഞാൻ പോയി പറയും എന്നും പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം പ്രഭാവതി ആ വളയുമായിട്ട് റൂമിൽ പോയിട്ട് ഓർണമെൻറ്റ്സ് ബോക്സ് എല്ലാം എടുത്തിട്ട് എന്തോ ഒന്ന് തപ്പുകയാണ് കേട്ടോ.
അത് കണ്ടുകൊണ്ട് വരുന്ന പ്രതാപം പറയും, ഇത് ഒരുപാടുണ്ടല്ലോ ചേച്ചി. അപ്പോൾ പ്രഭാവതി പറയും, കണ്ണു വെക്കല്ലേ പ്രതാപ, നീ ഇത് ആരോടും പോയി പറയരുത്. അപ്പോൾ പ്രതാപം പറയും, എൻ്റെ ദൃഷ്ടി പതിഞ്ഞാലേ ഐശ്വര്യമാണ് ചേച്ചി, ഇനി നോക്കിക്കോ ഇവിടെ സ്വർണം കുമിഞ്ഞു കൂടും. അപ്പോൾ പ്രഭാവതി ആ സ്വർണത്തിൻ്റെ ഇടയിൽ നിന്ന് കൊറിയർ അയച്ച പോലത്തെ വളയുടെ പേരെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രതാപം പറയും, ഇത് വല്ലാത്തൊരു അതിശയമാണല്ലോ ചേച്ചി, ഇത് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടേക്ക് തന്നെ അയച്ചതുപോലെ ഉണ്ടല്ലോ, എന്താ ഒരു മാച്ച്. അപ്പോൾ പ്രഭാവതി പറയും, പ്രതാപ, നിന്റെ സ്വഭാവമല്ല വിശാലിനുള്ളത്, അവനെ നിന്നെ പോലെ ക്രിമിനൽ മൈൻഡൊന്നുമില്ല. അപ്പോൾ പ്രതാപം പറയും, ചേച്ചി എന്നെ ക്രിമിനൽ എന്ന് വിളിച്ചത് കോമഡിയാണ് എന്ന് എനിക്കറിയാം, അതുപോട്ടെ ചേച്ചിക്ക് എന്താ ഒരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ. അപ്പോൾ പ്രഭാവതി പറയും, ഞാൻ നിന്നെ വിശ്വസിച്ച് ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഗായത്രി മരിക്കുന്നതിന് മുമ്പ് അവൾ മോഹിച്ച വളകളാണിത്, പക്ഷേ അത് ഞാൻ മോഷ്ടിച്ചു. അപ്പോൾ പ്രതാപൻ ചോദിക്കും, എന്നിട്ടാണോ ചേച്ചി എന്നെ ക്രിമിനൽ എന്ന് വിളിച്ചത്? അതുപോട്ടെ ഇത് ആ വള തന്നെയാണോ? അപ്പോൾ പ്രഭാവതി പറയും, ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം പുറത്തു നിന്ന് ശേഖരൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പ്രഭാവതി പ്രതാപനോട് പറയും, അന്ന് ഈ വള വെച്ചിരുന്ന ബോക്സ് ഉൾപ്പെടെയാണ് ആരും ഇത് അടിച്ചു മാറ്റിയത്. ഗായത്രിയുടെ ആ പഴയ ബോക്സ് കണ്ടെത്തിയാൽ അതിലുണ്ടാകും ആ വള. ആ മാജിക് ബോക്സ് പുറത്തു വന്നതുപോലെ ആ ആഭരണ പെട്ടി ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. ഈ വളകൾ എൻ്റെ കയ്യിൽ വന്ന 2-ാം നാൾ ഇതിലൊന്ന് എനിക്ക് മിസ്സായി. ആ വളയാണ് വർഷങ്ങൾക്ക് ശേഷം കൊറിയർ വഴിയായി ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. എനിക്കൊരു ഡൗട്ട് പ്രതാപ, എന്നെ കൊടുക്കാനാണോ വിശാലിൻ്റെ പ്ലാൻ? അങ്ങനെ ചോദിക്കുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.